എടാ നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തിനും ഏതിനും ഒരു പരിഹാരമില്ലേ? ഇല്ല ഏട്ടാ, ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു നോക്കി. ഞാൻ പറയുന്നത് അവൾക്കും അവള് പറയുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ രണ്ടുപേരും ഒരു തീരുമാനത്തിലേക്ക് പോവാണ്. അതെന്താണെന്നറിയാമോ? ഇങ്ങനെ നിൽക്കണ ഒരു സാഹചര്യത്തില് രണ്ടുപേരും ഇത് ഉള്ളിലേക്ക് എടുക്കാണ്ട് അവര് പറഞ്ഞ കാര്യം ന്യായമാണെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പറയുക വർത്താനം പറഞ്ഞത്. ഇപ്പൊ രണ്ടുപേർക്കും മനസ്സിലാവില്ല. രണ്ടുപേരും ശാന്തമായി നിന്ന് അത് ഇത് ചെയ്താലേ അവർക്ക് അത് ബോധ്യപ്പെടുള്ളൂ. ഞങ്ങൾ ഒരുപാട് ആലോചിച്ചതാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല. ആണല്ലേ? അതുകൊണ്ട് ഞങ്ങൾ ഉറച്ച തീരുമാനം തന്നെ എടുക്കാനാണ് തീരുമാനിച്ചത്. അല്ല, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഞാൻ അവളോടൊന്ന് സംസാരിച്ചാ കാര്യം ഉണ്ടാവുമെന്ന് തോന്നാനുള്ള ചേട്ടാ. ആണോ? ഞങ്ങൾ ഉറച്ച തീരുമാനം എടുത്തു. രണ്ടുപേരും മ്യൂച്വലായിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു ചേട്ടാ. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. എൻ്റെ ഡൈവേഴ്സ് നടത്തിയ ഒരു വക്കീലുണ്ട്. അയാളാവുമ്പോ ഉള്ള ഗുണം വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ഈ സംഭവം തീർപ്പാക്കും. രണ്ടുപേരും ഒന്നിച്ചാണുള്ളത് ഡൈവേഴ്സ് പെറ്റീഷൻ നീങ്ങണം. അപ്പം അത് ഒരു മാസത്തിനുള്ളിൽ അത് റെഡിയാക്കി അയാൾ കൈത്തരും. അങ്ങനെയാണെങ്കിൽ അയാളായിട്ട് നമുക്ക് സമീപിക്കാം. എന്താ എൻ്റെ അഭിപ്രായം? എന്താ? എങ്കിൽ പിന്നെ നമുക്ക് ഒരു ദിവസം പോകാം. നമ്മുടെ ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ആലോചിക്കുന്നത് നല്ലതാണ്. ചേട്ടാ, എടാ, ഡിവോഴ്സായിട്ട് 5 കൊല്ലമായി. അവനിപ്പോൾ പൈസ മാത്രം മതി. പൈസയ്ക്ക് വേണ്ടി അവൻ എൻ്റെ അടുത്ത് വരും. അല്ലാതെ ഒരു ബന്ധമില്ല. എന്താ ചെയ്യുക? ചേട്ടാ, ഞാൻ തീരുമാനം എടുക്കാൻ പോകണം. എനിക്കിനെ മോളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഡൈവോഴ്സിൽ നിന്ന് പിന്മാറാൻ പോവാം. അതാണ് ഏറ്റവും നല്ലത്. എങ്ങനെയെങ്കിലും സംസാരിച്ചതും തീരുമാനമാക്കണം. അത് സെറ്റിലാക്കി. കാരണം ഡിവോഴ്സ് ചെയ്താൽ ബന്ധങ്ങൾ നശിക്കും. അപ്പം അവൻ തന്നെ അപ്പനെന്ന നിലയിൽ പൈസ മേടിക്കാനില്ലാതെ ഒരു ബന്ധങ്ങളുമില്ല. പൈസ വേണമെങ്കിൽ പൈസയ്ക്ക് വേണ്ടി മാത്രം ഇവിടെ വരും. അതാണ് അവിടെ ജീവിതം. ഡിവോഴ്സിൽ നിന്ന് കിട്ടിയ ആകെ ഗുണം എനിക്കത്. എന്ത് ചെയ്യാൻ പറ്റും? ഇനി വിധി എല്ലാം സഹിക്കാം. സഹിച്ചേ പറ്റൂ. നീ എടുത്ത തീരുമാനം എന്തായാലും നല്ലതാണ്. മക്കളും കുടുംബമൊക്കെ ഉള്ളത് തന്നെ സ്വസ്ഥമായി ജീവിതം. അത് തന്നെ എപ്പോഴും നല്ലത്.